കഴിഞ്ഞ ദിവസം ഞാൻ എസ്റ്റിൻ്റെ ഡേ കെയറിലോട്ട് പോയപ്പോൾ അവരെനിക്കൊരു ലെറ്റർ തന്നു. ഇവിടെ പഠിപ്പിക്കുന്നവർ. അപ്പോൾ ഞാൻ ലെറ്റർ കിട്ടിയപ്പോൾ താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് ചിരിച്ച സന്തോഷത്തോടു കൂടി ലെറ്റർ വാങ്ങിച്ച് വീട്ടിലെത്തി ലെറ്റർ തുറന്ന് നോക്കിയപ്പോൾ ഉണ്ട് ഡേ കെയറിലത്തെ ഫീസ് അവർ കൂട്ടിയിരിക്കുകയാണ്. 350 യൂറോയാണ് നമ്മൾ അടച്ചിരുന്നത് ഒരു കുട്ടിക്ക് ഒരു മാസം. അത് അവർ 426 യൂറോയിലോട്ട് കൂട്ടി. താങ്ക് യു പറയാനുണ്ടായിരുന്നു. ഇതിൽ പോകുന്ന എല്ലാ കുട്ടികൾക്കും ഈ ഒരു ഫിക്സഡ് ഫീസല്ല കേട്ടോ. ചിലവർക്ക് ഫീസ് ഫ്രീ ആയിട്ടും വിടുന്നവരുണ്ട്. ഇത് നമ്മളെ ടോട്ടലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫാമിലി ഇൻകം, പിന്നെ നമ്മൾ എത്ര മണിക്കൂർ കുട്ടീനെ അവിടെ ഇരുത്തുന്നുണ്ട് എന്നതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ കിൻഡർ ഗൈൽഡ് കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളത് ഇപ്പോൾ ചിലർ ചിന്തിക്കുന്നുണ്ടായിരിക്കും. കിൻഡർ ഗൈൽഡ് എന്ന് പറയുന്നത് നമുക്ക് ഒരു എന്താ പറയുക, കുട്ടീനെ നോക്കാനായിട്ടുള്ളൊരു എക്സ്പെൻസ് അല്ലെങ്കിൽ ആ ഒരു എക്സ്പെൻസുകൾ മൊത്തം മീറ്റ് ചെയ്യാനായിട്ടല്ല ഗവൺമെൻറ് അത് തരുന്നത്. ജർമ്മനിയുടെ ഗവൺമെൻറ് ഫാമിലി ഉള്ളവർക്ക് ഫാമിലിയിൽ ഒരു കുട്ടിക്ക് 259 യൂറോ വീതം എല്ലാ മാസം കിൻഡർ ഗൈൽഡായിട്ട് തരുന്നുണ്ട്. കിൻഡർ ഗൈൽഡ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടിനായിട്ട് തരുന്നതാണ്. കുട്ടിക്ക് വരുന്ന എക്സ്പെൻസുകൾക്കൊക്കെ നമ്മളെ ഒരു സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം തരുന്ന ഒരു ചെറിയൊരു തുകയാണ് കേട്ടോ. ഈ ഒരു തുകേനേക്കാളും ഈ തുക ഇത്രയും നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ കൂടെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത്രയ്ക്ക് ഇരട്ടിയായിട്ടാണ് ഇപ്പുറത്തോടെ കുട്ടികൾക്ക് ഇവിടെ ചിലവാകുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് കണക്ക് പറയുന്നതല്ല, ഇതാണ് ഇവിടുത്തെ റിയാലിറ്റി. കാരണം ഇന്ന കുറേ ഗൈൽഡുകൾ, ഇന്ന കുറേ ബെനിഫിറ്റ്സൊക്കെ കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളത് പലർക്കും അറിയാം. പക്ഷേ ഇത്രത്തോളം ഇവിടെ നമുക്ക് ചിലവുകളുണ്ട് എന്നുള്ളത് പലർക്കും അറിയില്ല. അപ്പോൾ ജസ്റ്റ് ഒരു റിയാലിറ്റി പറഞ്ഞുള്ളൂ എന്ന് വിചാരിച്ച് നമുക്ക് കുട്ടികളെ ഡേ കെയറിലോട്ട് വിടാതിരിക്കാൻ പറ്റും? ഇല്ല. കാരണം നമുക്കിവിടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് പഠിക്കണം. പിന്നെ കുട്ടികളെ ഡേ കെയറിലോട്ട് വിടുന്നത് കൊണ്ട് നമുക്ക് എന്തായാലും കുട്ടികൾക്കത് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കുള്ളൂ. എല്ലാ തരത്തിലും സോഷ്യൽ സ്കിൽസ്, കുട്ടികളായിട്ട് എങ്ങനെ ബിഹേവ് ചെയ്യണം, പല കാര്യങ്ങളും നല്ല കാര്യങ്ങളും അവർ ഡേ കെയറിൽ നിന്നാണ് പഠിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഡേ കെയറിൽ വിടുന്നത് നല്ലതാണ് കുട്ടികൾക്ക്. പക്ഷെ അത് എക്സ്പെൻസീവാണ്.